ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്റ്റിച്ചിങ് മെഷീനെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചിങ് മെഷീനാണിത്. സിംഗർ പ്രോമിസിൻ്റെ ഫാഷൻ മേക്കർ 1490 എന്ന് പറഞ്ഞിട്ടുള്ള മെഷീനാണ്. ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എല്ലാവർക്കും വാങ്ങാവുന്നതാണ് കേട്ടോ. പ്രധാനമായിട്ട് ഇതിന് വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഇതിനൊരു ഹാൻഡിലുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ പവറിൻ്റെയും ലൈറ്റിൻ്റെയും സ്വിച്ച് ഉണ്ട്. അത് രണ്ടും കൂടി ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. അതിനുശേഷം താഴെ ഒരു പ്ലഗ് ഉണ്ട്. അത് വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിന് മുകളിൽ ഒരു ഹാൻഡ് വീൽ ഉണ്ട്. ഹാൻഡ് വീൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂചി പൊന്തിക്കാനും താഴ്ത്താനും പറ്റും. അതുപോലെ തന്നെ ത്രെഡ് ടേക്കപ്പ് ലിവർ ഉണ്ട്. അത് പൊന്തിക്കാനും താഴ്ത്താനും സാധിക്കും കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് പ്രഷർ ഫൂട്ടറാണ് കേട്ടോ. പ്രഷർ ഫൂട്ടർ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അപ്പുറത്തെ സൈഡിൽ ഒരു ലിവർ ഉണ്ട് ചെറുത്. അത് അമർത്തിയിട്ടുണ്ടെങ്കിൽ താഴെ വീഴുന്നു കാണാം. എന്നിട്ട് നമുക്ക് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമർത്തി കൊടുത്താൽ അത് ഫിറ്റ് ആവും. അതുപോലെ തന്നെ സൂചി ലൂസ് ചെയ്തിട്ട് ഊരിയെടുക്കാനും ഇടാനും വേണ്ടിയിട്ടൊരു സ്ക്രൂ മതി കേട്ടോ. അത് ചേഞ്ച് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് ബോബിൻ വൈൻഡിങ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഇതിനടുത്തൊരു വൈറ്റ് പ്ലാസ്റ്റിക് കളർ ഉണ്ട്. അതാണ് ബോബിൻ സ്റ്റോപ്പർ. ഇടാൻ വേണ്ടി 2 സ്പൂൾ പിൻസ് ഉണ്ട്. ഈ ബോബിന് എങ്ങനെയാണ് നൂലിടണേന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ മെഷീനകത്ത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് അവർ ചെയ്ത് വെച്ച് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇടാം. നൂല് ഇട്ടതിന് ശേഷം ആ കാണുന്ന ചെറിയ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രോസ് ചെയ്തിട്ട് ചുറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബോബിനകത്തേക്ക് ബോബിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഹോളുണ്ട്. അതിനകത്തേക്ക് നൂല് കയറ്റിയിട്ട് നമ്മൾ ചുറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം ഇത് ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് പ്രസ് ചെയ്തിട്ട് ഇപ്പം ഞാനത് റൈറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ലെഫ്റ്റിലാണ് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് അമർത്തിയിട്ട് വെച്ച് കൊടുക്കാം. ശേഷം പ്ലഗ് കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമുക്ക് ഫൂട്ടും അമർത്തിയിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പെഡലുമ്പോൾ നമുക്ക് ചവിട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോബിനിങ്ങി കറങ്ങണത് കാണാം. നൂല് അതിനകത്ത് കയറുന്നത് കാണാം കേട്ടോ. അപ്പോൾ അതേ നൂല് കയറുന്നുണ്ട്. നമുക്ക് നൂലെങ്ങനെ മെഷീൻ്റെ സൂചിനകത്തേക്ക് എത്തിക്കണമെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു യു ഷേപ്പ് കാണില്ല, അതിലേക്കൂടെ തന്നെ താഴേക്കൂടി എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇവർ ഓരോ നമ്പേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൂടെ കറക്റ്റായിട്ട് എടുത്തിട്ട് അവിടെ ചെറിയൊരു ഉള്ളിലൊരു ലിവർ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ. അതിന് ശേഷം താഴെ ഒരു ലിവറുണ്ട് ചെറുത്. അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് നമ്മൾ സൂചിയിൽ ഹോളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബോബിൻ അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇത് ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അത് അഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നൂലൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ നൂലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിച്ചു കൊടുത്ത് അത് പൊട്ടുന്നത് കാണാം. അതേപോലെ തന്നെ ഒരു ആക്സസറി ബോക്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അവർ തന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ബോക്സ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോബിൻ ഇടുന്ന സ്ഥലം ഉണ്ടാ. അപ്പോൾ ബോബിൻ ഇടുന്നത് എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ബോബിൻ അതിനകത്ത് സാധാരണ പോലെ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ക്ലോക്ക് വൈസ് ആയിട്ട് ഇട്ടിട്ട് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിക്കാവുന്നതാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെയൊക്കെ നമുക്കതിനകത്ത് കറക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബോബിൻ അതിനകത്ത് ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ കറക്റ്റ് അതിൻ്റെ ആ ഭാഗങ്ങളിൽ കൂടെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ നൂല് വരുന്നതായിരിക്കും. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ വെറുതെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ എല്ലാവരും. എന്നിട്ട് നമുക്ക് ബോബിൻ അതിനകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനകത്തൊരു കമ്പി പോലത്തെ കാണുന്നില്ല, അതിൻ്റെ ഉള്ളിലേക്ക് അത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ടിക്ക് എന്ന് പറഞ്ഞ ഒച്ചയേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് നമുക്ക് ആക്സസറി ബോക്സിൻ്റെ ഭാഗവും അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് റിട്ടൻഷൻ ടൈല്. റിട്ടൻഷൻ കുറവാണെങ്കിൽ സ്റ്റിച്ച് ലൂസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നോർമലായിട്ട് സെറ്റ് ചെയ്യുന്നത് 4.5 കേട്ടോ ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സിക്സാഗ് വേണോ, സാധാരണ നോർമൽ വേണോ, ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യണോ, ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യണതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഏത് തരത്തിൽ വേണമെന്ന് തീരുമാനിക്കുന്നത് ഇതാണ് കേട്ടോ. ചെറുത് വേണോ വലുത് വേണോ, ഇതിൽ ഓരോ നമ്പേഴ്സ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. റിവേഴ്സ് സ്റ്റിച്ചിങ് ലിവർ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നൂലൊക്കെ കെട്ടിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു തുണി വെച്ചിട്ട് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് കാണാം. അപ്പോൾ സാധാരണ പോലെ നമ്മൾ തുണിയൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ ഫൂട്ട് അമർത്തിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ അതേ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി കേട്ടോ. ഇതുപോലെ നമുക്ക് ഏത് തുണിയിലും ഏത് മോഡലിലും എത്ര തരത്തിലുള്ള ചെറുത് വേണോ വലുത് വേണോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ഇതിൽ കുറച്ച് സാധനങ്ങൾ തന്നു എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത്, അതേപോലെ ബട്ടൺ സ്റ്റിച്ച് ചെയ്യുന്നത് കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക്